ചാണക്യനീതി എന്ന മഹത് ഗ്രന്ഥം ഭൗതിക ജീവിതത്തിൽ വിജയിക്കാനും ആത്മീയമായി ഉണരാനും ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ചാണക്യനീതിയിലൂടെ നൽകുന്നത്. നമുക്ക് ആദ്യത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 1-ാം അധ്യായം, ശ്ലോകം 1. സംസ്കൃത ശ്ലോകം. പ്രണമ്യ ശിരസാ വിഷ്ണും ത്രൈലോക്യാധിപതിം പ്രഭും നാനാശാസ്ത്രോദ്ധൃതം വക്ഷ്യേ രാജനീതി സമുച്ചയം. പദാനുപദ അർത്ഥം: പ്രണമ്യ നമസ്കരിച്ചിട്ട്, അതായത് വന്ദിച്ചിട്ട്, ശിരസ ശിരസ്സു നമിച്ചു, തല കുനിച്ചു, വിഷ്ണു ഭഗവാനെ, ത്രൈലോക്യാധിപതിം 3 ലോകങ്ങളുടെയും അധിപനായ, പ്രഭും സർവശക്തനായ നാഥനെ, നാനാശാസ്ത്ര ഉദ്ധൃതം വിവിധ ശാസ്ത്രങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ശേഖരിക്കപ്പെട്ട, വക്ഷ്യേ ഞാൻ പറയുന്നു അഥവാ വിവരിക്കുന്നു, രാജനീതി സമുച്ചയം രാജനീതിയുടെ, അതായത് ഭരണതന്ത്രങ്ങളുടെയും ജീവിതചര്യകളുടെയും സമാഹാരം. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ഏതൊരു വലിയ കാര്യത്തിന് മുൻപും ആ വിഷയത്തിൽ അത്യുന്നതമായ ശക്തിയെയോ ഗുരുവിനെയോ വന്ദിക്കുന്നത് മനസ്സിന് ഏകാഗ്രത നൽകും. പല ശാസ്ത്രങ്ങളിൽ ചിതറിക്കിടക്കുന്ന അറിവുകളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സമാഹാരമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ഭരണാധികാരികൾക്ക് മാത്രമല്ല, സ്വന്തം ജീവിതം ഭരിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ്. 2. ആത്മീയ അർത്ഥം. വിഷ്ണു എന്നാൽ സർവവ്യാപിയായ ചൈതന്യം എന്നാണ് അർത്ഥം. 3 ലോകങ്ങൾ, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളാകുന്ന 3 ലോകങ്ങൾ ഭരിക്കുന്ന ആ പരമാത്മാവിനെ വണങ്ങുന്നതിലൂടെ അഹങ്കാരം വെടിയണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. അറിവ് നേടണമെങ്കിൽ ആദ്യം വിനയം വേണമെന്ന ആത്മീയ തത്വമാണിവിടെ വ്യക്തമാക്കുന്നത്. അതായത് ശിരസ്സു നമിക്കണം. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഈശ്വര സ്മരണ നടത്തുക. വിജ്ഞാനം എന്നത് പുതുതായി ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നിലവിലുള്ള ശാസ്ത്രങ്ങളിലെ സാരത്തെ പ്രായോഗികമായി മാറ്റിയെടുക്കുന്നതാണെന്ന് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഗുണപാഠകഥയായാലോ? വിനയത്തിൻ്റെ വിജയം. ഒരിക്കൽ ഒരു പണ്ഡിതൻ ചാണക്യൻ്റെ അടുത്ത് തനിക്ക് ജീവിത വിജയത്തിനുള്ള സൂത്രങ്ങൾ പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് ചെന്നു. എന്നാൽ വന്ന ഉടനെ തൻ്റെ അറിവിനെക്കുറിച്ചും പദവിയെക്കുറിച്ചും അയാൾ അമിതമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ചാണക്യൻ ഒരു ചായക്കോപ്പ എടുത്ത് അതിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങി. കോപ്പ നിറഞ്ഞൊഴുകിയിട്ടും ചാണക്യൻ നിർത്തുന്നില്ല. ഇത് കണ്ട് പണ്ഡിതൻ പറഞ്ഞു, "നിർത്തൂ, അത് നിറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊന്നും ഉൾക്കൊള്ളാനാവില്ല." അപ്പോൾ ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "താങ്കളുടെ മനസ്സും ഈ കോപ്പ പോലെയാണ്. അത് അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിൽ പുതിയ അറിവുകൾക്ക് സ്ഥാനമില്ല. ശിരസ്സു നമിച്ചു നിൽക്കുന്നവന് മാത്രമേ അറിവ് സ്വീകരിക്കാൻ കഴിയൂ." പണ്ഡിതന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ വിനയത്തോടെ ചാണക്യൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു.